السلام عليكم ورحمة الله تعالى وبركاته والحمد لله والصلاة والسلام على أكمل خلق الله وعلى آله وصحبه الفائزين برضا الله أما بعد. عن عبد الله بن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال: ما حق امرئ مسلم له شيء يوصي فيه يبيت ليلتين إلا ووصيته مكتوبة عنده. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്: വസിയ്യത്ത് ചെയ്യേണ്ട സ്വത്ത് കൈവശമുള്ള ഏതൊരു മുസ്ലിമിനും വസിയ്യത്ത് എഴുതി സൂക്ഷിച്ചിട്ടില്ലാതെ 2 ദിവസം കഴിച്ചുകൂട്ടൽ അനുവദനീയമാവുകയില്ല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഒരു റിപ്പോർട്ടിൽ യബീതു സലാസ ലയാലിൻ എന്നുണ്ട്. 3 ദിവസം കഴിച്ചുകൂട്ടാൻ പാടില്ല എന്നാണുള്ളത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്: മാ മർറത് അലയ്യ ലൈലത്തുൻ മുൻദു സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ദാലിക ഇല്ലാ വഇൻദി വസിയ്യതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാക്ക് ഞാൻ കേട്ടത് മുതൽ എന്റെ വസിയ്യത്ത് എന്റെ പക്കലില്ലാതെ ഒരു രാത്രി പോലും കഴിഞ്ഞു പോയിട്ടില്ല. കണ്ടോ? വസിയ്യത്ത് ചെയ്യേണ്ട സ്വത്ത് കൈവശമുള്ള ഏതൊരു മുസ്ലിമിനും വസിയ്യത്ത് എഴുതി സൂക്ഷിച്ചിട്ടല്ലാതെ 2 ദിവസം കഴിച്ചുകൂട്ടൽ അനുവദനീയമില്ല എന്ന് പറയുമ്പോൾ, അനുവദനീയമല്ലെന്ന് പറയുമ്പോൾ അതിൽ നിന്നുള്ള മെസ്സേജ് നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും കുറച്ചുകൊണ്ടിരിക്കണം. കാരണം ഏത് നിമിഷവും നമുക്ക് മരണം വന്നെത്താം. എത്രയോ ആളുകൾ ഈ റബീഉൽ ആഖിർ പിറന്ന ശേഷം നമുക്കറിയാം, നമ്മളോട് ബന്ധപ്പെട്ടവർ, നാം സ്നേഹിച്ചിരുന്നവർ, നമ്മെ സ്നേഹിച്ചിരുന്നവർ വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആഗ്രഹങ്ങൾ കുറക്കുക, മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുക എന്ന വലിയ ഒരു മെസ്സേജ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴാണോ മരിക്കുന്നത് ആ സമയം കാമിലായ ഈമാനോടെ ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ അല്ലാഹു നമുക്കൊക്കെയും ഭാഗ്യം മശായിഖന്മാരുടെ ഹക്കിനാൽ നൽകട്ടെ. മശായിഖന്മാരുടെ മക്കളെക്കുറിച്ച് പറയുന്നത്, ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങള് മുരീദന്മാരെ കുറിച്ച് പറയുന്നത് അവർ എന്നും മരിക്കരുതെന്ന് കൊതിച്ചവർ എന്നൊക്കെയാണ്. ഏതായിരുന്നാലും മശായിഖന്മാരുടെ പൊരുത്തത്തിൽ ഇന്നും നാളെയും എവിടെയും അള്ളാഹു നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ. അവരുടെയൊക്കെ പൊരുത്തത്തോടെ ഓരോ സെക്കൻഡുകളും തള്ളി നീക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ദോഷങ്ങളൊക്കെ അവരുടെ ഹക്ക് കൊണ്ട് അള്ളാഹു പുറത്തു തരട്ടെ. വീഴ്ചകളൊക്കെ മനുഷ്യ സഹജമാണല്ലോ, അതൊക്കെ വിട്ടുപുറത്ത് മാഫ് ചെയ്ത് അള്ളാഹുവിന്റെ കൃപയിൽ അള്ളാഹു നമ്മളൊക്കെ ചേർത്ത് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.